ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുട്ടി ബർഗർ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഒരു ബൗളിൽ ഒരു 1.5 കപ്പ് മൈദ വേണം, 1 ടീസ്പൂൺ ഈസ്റ്റും, ഒരു നുള്ളു ഉപ്പ് വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ വേണം, പിന്നെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത്, 1 ടേബിൾ സ്പൂൺ ഷുഗർ വേണം, 1 മുട്ട വേണം, പിന്നെ ഇളം ചൂടുപാൽ, ഒരു 1/2 കപ്പ് ഇളം ചൂടുപാലാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത്, അത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ, അതാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും കുഴയ്ക്കണേ, നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ ഞാൻ തൈരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ കയ്യിലൊട്ടുന്ന പരുവാണ്. ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നല്ല പോലെ കുഴച്ച് എടുക്കാം. കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. അപ്പം കയ്യിലൊട്ടിയാലും പ്രശ്നമില്ല. നല്ല സോഫ്റ്റായിട്ട് ഒരു മിനുസമായ ഒരു, കണ്ടോ, ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അതിന് ഒരു ബൗളിൽ ഓയിൽ തേച്ചിട്ട് നമുക്ക് 1 മണിക്കൂറൊന്ന് പ്രൂഫ് ചെയ്യണം ഇത്. അപ്പോൾ നനഞ്ഞ തുണിയുണ്ടെന്ന് അടച്ചു കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ അതിന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച ഓരോ ഉരുളയും ഇതുപോലെ സോഫ്റ്റായിട്ട് മിനുസായിട്ട് സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ എടുക്കണേ. ഈ കുഴയ്ക്കുന്നത് അത്രയും നല്ല രീതിയിൽ കുഴച്ചാൽ മാത്രമേ നമുക്ക് ഈ ബന്ന് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് ഓരോ ഉരുളയും നമ്മൾ ട്രേയിലോട്ടാക്കുക. പിന്നെ നമ്മൾ മുട്ട അടിച്ചത് ബ്രഷിൽ ഒന്ന് തേച്ച് കൊടുക്കുക മുകളിൽ. അത് നമ്മുടെ ബന്നിനൊന്ന് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സീസൺ സീഡ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ഒരു 20-25 മിനിറ്റ് ബണ്ണ് റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബന്നല്ലേ ഇത്. ചെറിയ കുട്ടി ബണ്ണ് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേ, കണ്ട ഇതുപോലെയല്ലേ ബണ്ണിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് വേണ്ടത് പാറ്റീസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ളൊരു പാറ്റീസ് വേണമല്ലോ, അതുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 100 ഗ്രാം എല്ലില്ലാത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണം. അതിനെ നല്ല ക്രഷ് ചെയ്ത് കൊണ്ടുവരണേ. പിന്നെ വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, അതുപോലെ സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത്, ഒരു നുള്ളു ഉപ്പ് വേണം, പിന്നെ കുരുമുളക് പൊടി വേണം, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് വേണ്ടത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കണേ. പിന്നെ ഇതിന് വേണ്ട സ്പ്രെഡ് വേണമല്ലോ, ബന്നിൻ്റെ അകത്ത് വയ്ക്കാനുള്ള സ്പ്രെഡ്. അതിന് നമുക്ക് സാൻഡ്വിച്ച് സ്പ്രെഡ് വേണം, അതുപോലെ തന്നെ മയണൈസ്, പിന്നെ വേണ്ടത് കെച്ചപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കണേ. പിന്നെ ഓരോ ബ്രെഡും നമുക്ക് കട്ട് ചെയ്തിട്ട് ബട്ടർ തേച്ച പാനിലൊന്ന് ചൂടാക്കിയെടുക്കാം. കട്ട് ചെയ്ത ബന്നിൻ്റെ അകത്ത് നമുക്ക് ഈ സ്പ്രെഡ് ഒന്ന് തേച്ച് കൊടുക്കാം. ഓരോ ബന്നിൻ്റെ അകത്തും ഇതുപോലെ ഈ സ്പ്രെഡൊന്ന് തേച്ച് കൊടുക്കണേ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പ്രെഡ് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ തേച്ച് നമുക്ക് ഈ പാറ്റീസ് റെഡിയാക്കണമല്ലോ. അപ്പോൾ നമ്മൾ പാറ്റീസ് ഓരോ ഉരുളയും എടുത്ത് കൈകൊണ്ട് പരത്തി നമ്മുടെ ഈ പാനിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണേ. ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ച് നമുക്ക് ടേസ്റ്റ്, ഈ പാറ്റീസിന് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം ഈ പാറ്റീസ്. അപ്പോൾ നമ്മുടെ
പാറ്റീസും റെഡി ആയിട്ടുണ്ട്. ബർഗറിൻ്റെ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഹോം മെയ്ഡ് പാറ്റീസ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാം. അപ്പോൾ ഓരോ ബർഗർ ബന്നും എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് സവാള, അതുപോലെ തന്നെ ചീസ്, പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്തത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ബർഗർ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാറ്റീസ് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ വെച്ച് കൊടുക്കുക, പിന്നെ വേണ്ടത് ഒരു ചീസ് വെച്ച് കൊടുക്കുക, മറ്റേ ബണ്ണ് കൊണ്ട് മൂടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഗർ ബൺ, കുട്ടി ബർഗർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടി ബർഗർ.